ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളയപ്പമാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെ ആയിരിക്കും, പക്ഷേ ഞാൻ ഈ പറയുന്ന ടിപ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി ഇതിനായിട്ട് നമുക്ക് 2 കപ്പ് പച്ചരി ഒന്ന് കുതിർക്കാം. ഞാൻ പച്ചരി ഒരു പാത്രത്തിലേക്കിട്ട് കഴുകിയതിന് ശേഷമാണ് കുതിർത്ത് വെക്കുന്നത്. 250 മില്ലിയുടെ കപ്പിൽ 2 കപ്പാണ് അരിയെടുത്തത്. ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി എടുക്കുന്നുണ്ട്. ഇനി ഇതാ 3 മണിക്കൂറിന് ശേഷം അരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതാ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ അരി ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് മുഴുവനായിട്ടും ഒറ്റ ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അരിയും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ്. നിങ്ങൾക്കിനി മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് കൊള്ളില്ല എങ്കിൽ 2-3 ബാച്ചാക്കിയിട്ടൊക്കെ അരച്ചെടുക്കുക. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തെടുക്കുക. ഇനി ഇതാ ആ അരി മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു കപ്പിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ചേരുവകളും എടുക്കാനായിട്ട് നോക്കുക. 250 മില്ലിയുടെ മെഷറിംഗ് കപ്പ് ഇല്ല എങ്കിൽ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ് ആയാലും മതി. ഇനി ഇതാ ആ ഒരു കപ്പിൽ 1 കപ്പ് വേവിച്ച ചോറും അതുപോലെ തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു 2 കപ്പ് അരിക്ക് കറക്റ്റ് വെള്ളമാണ്. 1 കപ്പും അതുപോലെ 1/4 കപ്പും 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മാത്രമാണ് ഇതിൽ ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ തന്നെ വെറും 3 മണിക്കൂറിനുള്ളിൽ നല്ല പോലെ തന്നെ മാവ് പതഞ്ഞ് വരും. എല്ലാം കൂടി ചേർത്ത് നല്ല സ്മൂത്ത് ആക്കിയിട്ട് അരച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മുഴുവനായിട്ടും നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാച്ചസ് ആയിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ഇതാ എല്ലാം അരച്ചെടുത്ത് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ടിപ്പാണ് ചേർക്കേണ്ടത്. ഈ ഒരു വീഡിയോ ഈ ഒരു ടിപ്പ് ചെയ്ത് തന്നെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കുറേ ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒന്ന് അന്ന് കാണാത്തവർക്കൊക്കെ ഹെൽപ്പ് ആയിക്കോട്ടെ വെച്ചിട്ട് വീണ്ടും ഒന്ന് ചെയ്തെടുക്കുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇതിൽ ചേർത്തിട്ടൊന്ന് അലിയിച്ചെടുക്കുക. വെളിച്ചെണ്ണയിൽ പഞ്ചസാര പെട്ടെന്നൊന്നും അലിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അരച്ചെടുത്ത മാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് മുഴുവനായിട്ട് മിക്സാക്കി കൊടുത്ത് അപ്പോഴൊക്കെ ചുടാനൊക്കെ നേരാകുമ്പോഴത്തേക്കും അത് നല്ല പോലെ തന്നെ അലിഞ്ഞ് നമുക്ക് കിട്ടും. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫുള്ളായിട്ട് ഇതാ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടിപ്പാണ് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് പതഞ്ഞു പൊങ്ങാനായിട്ട് വേറൊന്ന് ചെയ്യാനുള്ളത്, ചോറ് വെച്ച അടുപ്പിൻ്റെ ചൂടൊക്കെ ഉണ്ടായില്ലേ, ചോറല്ല എന്ത് തന്നെ ഉണ്ടാക്കിയാലും അടുപ്പിൻ്റെ ആ ഒരു ചൂട്ടിൽ ഇതൊന്ന് അരച്ചെടുത്ത മാവൊന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നാലും പെട്ടെന്ന് പതഞ്ഞു വരും. അല്ലെങ്കിൽ അടുപ്പ് ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒരു തിള വരുന്നതിന് മുമ്പേ ഒരു ബബിൾസൊക്കെ വന്ന് തുടങ്ങൂലേ, അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ച മാവിൻ്റെ പാത്രം ഇതിൻ്റെ മേലയിലേക്കായിട്ട് വെച്ച് കൊടുത്ത് മാവ് അടച്ചു വെക്കുക. ഇങ്ങനെ ചെയ്തെടുത്താലും നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ പതഞ്ഞ് പൊങ്ങി വരും. ഇതാ 3 മണിക്കൂറിന് ശേഷമുള്ള സീനാണ് കാണുന്നത്. നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പച്ചട്ടി ചൂടായാൽ ഒരു തവി മാവാണ് ഇതിലേക്ക് ഞാൻ കോരി ഒഴിച്ചെടുക്കുന്നത്. ഫുൾ ബബിൾസൊക്കെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ അടച്ച് വെക്കുക. 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ ഇതാ അപ്പം റെഡിയായി. ഈ ഒരു ഫുള്ളായിട്ടുള്ള മെഷർമെൻറ്റോട് കൂടി ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് തന്നെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.